ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംഗീത കൺസൾട്ടുകൾ നടത്തിയ ക്ഷീണിതരായ ബീറ്റേഴ്സ് അംഗങ്ങൾ തങ്ങളുടെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുറച്ച് ദിവസത്തേക്ക് ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് യാത്ര പോകുന്നു. ആരും തിരിച്ചറിയാത്ത ആ ശാന്തമായ സ്ഥലത്ത് കുറച്ച് ദിവസങ്ങൾ സമാധാനത്തോടെ ചിലവഴിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവിടെ എത്തിയ അവർ ഒരു പഴയ ബാസ്കറ്റ്ബോൾ കോർട്ടിനടുത്തുള്ള ചെറിയൊരു ഗ്രാമീണ സ്കൂൾ കാണുന്നു. വൈകുന്നേരങ്ങളിൽ ആ സ്കൂളിലെ കുട്ടികൾ കളിക്കുന്നത് കാണാൻ അവർ അവിടെ എത്തുന്നു. എന്നാൽ ആ കുട്ടികളാകട്ടെ അടുത്തുള്ള കൊച്ചു കൂട്ടുകാരുടെ ഒരു ചെറിയ സംഗീത മത്സരത്തിനായി ഒരുങ്ങുകയാണ്. പക്ഷേ അവരുടെ കയ്യിൽ നല്ലൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. ഇത് കണ്ട് ശുഗയ്ക്കും ജേഹോപ്പിനും കുട്ടികളോട് പെട്ടെന്നൊരു ഇഷ്ടം തോന്നുന്നു. തങ്ങൾ ലോകം ചുറ്റുന്ന സൂപ്പർ താരങ്ങളാണെന്ന കാര്യം മറന്ന് അവർ ആ കുട്ടികളുടെ കൂട്ടത്തിലേക്ക് ഒരു സാധാരണക്കാരനെ പോലെ കടന്നു ചെല്ലുന്നു. ജങ്കുക്കും വിയും കുട്ടികളോടൊപ്പം കളികളിൽ കൂടി അവരെ ആവേശത്തിലാക്കുന്നു. ജിന്നും ആറമ്മും ചേർന്ന് കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ച് ലഘു ഭക്ഷണങ്ങളും സമ്മാനങ്ങളും വാങ്ങി നൽകുന്നു. ജിമിൻ കുട്ടികൾക്ക് പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും ചെറിയ ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ ദിവസത്തിന്റെ അവസാനം ആ ചെറിയ ഗ്രാമത്തിലെ കൊച്ചു കൂട്ടുകാർക്കായി BTS അംഗങ്ങൾ ഒരു ചെറിയ സർപ്രൈസ് ഒരുക്കുന്നു. വലിയ സ്റ്റേഡിയങ്ങളിൽ പാടിയ അവർ ആ ചെറിയ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ആ കുട്ടികൾക്ക് മാത്രമായി ഒരു ചെറിയ പാട്ട് പാടിക്കൊടുക്കുന്നു. ആ നിമിഷത്തിൽ ആ കുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയും സന്തോഷവും ആ ഗ്രൗണ്ടിനെ ആകെ പ്രകാശമാനമാക്കുന്നു. യാത്ര പറഞ്ഞ് തിരികെ പോരുമ്പോൾ ലോകത്തിലെ വലിയ അവാർഡുകളെക്കാളും സ്റ്റേഡിയങ്ങളെക്കാളും വലുതാണ് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ആത്മാർത്ഥമായ പുഞ്ചിരി എന്ന് അവർ തിരിച്ചറിയുന്നു. മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ അവർ വീണ്ടും തങ്ങളുടെ യാത്ര തുടരുന്നു.